ചെറിയ കൾച്ചർ, അവർ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുള്ളത് അവരടുത്തുണ്ട്, ചിലതല്ല കുറേ ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഈ ബെഡ് ടൈം സ്റ്റോറി എന്ന് പറയും. കുട്ടികളെ ഉറക്കുമ്പോൾ രാത്രി 7:30-8 മണിയാകുമ്പോൾ ചെറിയ മക്കളെ അവർ ഉറക്കിയിരിക്കും. 10 വയസ്സിന് താഴെയുള്ള മക്കളൊക്കെ 8 മണിയാകുമ്പോൾ ഉറങ്ങിയിരിക്കും. ചില കുട്ടികളൊക്കെ പറഞ്ഞാൽ ഞാൻ 6:00 ഉറങ്ങിയതാണ്, ഇന്നലെ രാവിലെ 6:00 വിളിച്ചോണ്ടിട്ട്. അത്രയും നല്ല സ്ലീപ്പ് കൊടുത്താലാണ് കുട്ടികൾ രാവിലെ എന്ത് ചെയ്യുന്നുള്ളൂ, പഠിക്കുന്നുള്ളൂ. അവരുടെ പോളിസിയാണ്. നമുക്ക് മിനിമം ഇശാനിസ്കാരം കഴിഞ്ഞ ഉടനെങ്കിലും നമ്മുടെ മക്കളെ, നിസ്കരിക്കുന്ന മക്കളൊക്കെ എന്ത് ചെയ്യണം, ഇശാനിസ്കാരം കഴിഞ്ഞാൽ വേഗം കിടത്തി ഉറക്കണം. അതൊന്നുമില്ലാത്ത വളരെ ചെറിയ മക്കളാണ്, അവരൊക്കെ എന്തായാലും രാത്രി തീരെ വൈകിപ്പിക്കാതെ മഗ്രിബായി കഴിഞ്ഞ് അവർക്ക് അവരുടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കിടത്തി ഉറക്കണം നേരത്തെ. ആ സമയത്തൊരു ബെഡ് ടൈം സ്റ്റോറി എന്ന് അവർ പറയാം. അതായത് കിടന്നുറങ്ങുന്ന സമയത്ത് വായിച്ചു കൊടുക്കുന്ന കഥ. എല്ലാ കുട്ടികളുടെ റൂമിലും ഒരു ബുക്ക് ഷെൽഫ് കാണും. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെയൊന്നും കാണുന്നില്ല. നമ്മൾ ആ ഒരു സംസ്കാരത്തിലേക്കൊന്നും വരണം. കുട്ടികൾക്ക് വീടൊക്കെ ഡിസൈൻ ചെയ്യുമ്പോഴേ ഒരു ചെറിയ ബുക്കിന്റെ ആ ബുക്ക് തന്നെ ആവണം. അപ്പോൾ മൊബൈലിലോ ഐപാഡിലോ വായിച്ചിട്ട് കാര്യമില്ല. അത് കിതാബ് തന്നെ വായിക്കണം, പുസ്തകത്തിന്റെ ഏടുകളിൽ തന്നെ വായിക്കണം. അത് മലയാളത്തിലോ അറബിയിലോ ഇംഗ്ലീഷിലോ കുട്ടികൾക്ക് ഏത് ഭാഷ അറിയാം, ആ ഭാഷയിലാവട്ടെ. ആ ഒരു പുസ്തകം ഇനി ആരാ വായിച്ചു കൊടുക്കേണ്ടതെന്നറിയോ? ഉമ്മയോ ഉപ്പയോ വായിച്ചു കൊടുക്കണം. ഒരു പേജ്, ആ ഒരു ചരിതമോ ഒരു ചരിത്രമോ ഒരു ഫിക്ഷനോ, ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഏതെങ്കിലും വല്ല ഫിക്ഷൻ ആയിരിക്കും, ഒരു സാങ്കല്പിക കഥയായിരിക്കും. പിന്നെ ഡോഗും ഡോങ്കിയും പോയ കഥ, അല്ലെങ്കിൽ തവളകൾ കൊളത്തിച്ചാടിയ കഥ, അങ്ങനെ ചെറിയ മക്കൾക്ക് ചെറിയ ചെറിയ കഥകൾ മുതലുണ്ടാവും. നമുക്ക് എത്രയോ പ്രവാചക ചരിത്രമുണ്ട്, അമ്പിയാക്കന്മാരുടെ ചരിത്രമുണ്ട്, സ്വാലിഹീങ്ങളുടെ ചരിത്രമുണ്ട്. ഒരു പേജ് വായിച്ചു കൊടുക്കുക. എന്നിട്ട് കുട്ടിക്ക് ദുആഉം ഉറങ്ങാനുള്ള ദുആക്ക് പറഞ്ഞു കൊടുത്ത് കുട്ടിയെ കൊണ്ട് ചൊല്ലിപ്പിച്ച് ബിസ്മിക റബ്ബി വളഅതു ജംബി. നല്ല രസമാണ്. 2-3 വയസ്സായ കുട്ടികളൊക്കെ ചൊല്ലുന്നത് കേട്ടാൽ എന്ത് രസമായിരിക്കും. അവർക്ക് ചൊല്ലാൻ കിട്ടൂല, പക്ഷെ നമ്മൾ പറഞ്ഞ് ചൊല്ലിപ്പിക്കുമ്പോഴേ ആ വാക്കുകളൊക്കെ എന്തോ ഒരു മധുരമാണ് കേൾക്കാൻ. അത് ചെറുപ്പത്തിലേ പഠിപ്പിച്ചു കൊടുക്കുക. നല്ല ഒരു വായനാശീലം. ഉറങ്ങുമ്പോൾ ഒരു പേജെങ്കിലും ഒരു ചരിത്രമെങ്കിലും കേട്ടുകൊണ്ട് ആ കുട്ടി ഉറങ്ങുമ്പോൾ നേരം വെളുക്കുന്നവരെ കുട്ടിയുടെ മൈൻഡ് പ്രോസസ് ചെയ്യുന്നത് ഈ കഥയാണ്, ഈ ചരിത്രമാണ്, അതിലെ മൊറാൽ, അതിലെ ഉത്സാരമാണ്. അപ്പൊ എഴുന്നേൽക്കുമ്പോൾ പഠിക്കാനും വായിക്കാനുമുള്ള ഉന്മേഷത്തിൽ എഴുന്നേൽക്കുക. നമ്മൾ എങ്ങനെയാണോ ഉറങ്ങുന്നത് അങ്ങനെ നമുക്ക് എഴുന്നേൽക്കാൻ കഴിയുള്ളൂ. സിനിമ കണ്ട് ഉറങ്ങാൻ നീച്ചു കഴിഞ്ഞാലും വേറെ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുക. ഒരു തിന്മയിൽ അന്തിയുറങ്ങിയ ഒരു മനുഷ്യൻ തിന്മയിലേക്കാണ് പിന്നെ എഴുന്നേൽക്കുക. വായിച്ചുകൊണ്ടോ ഓതിക്കൊണ്ടോ കിടന്ന ഒരാൾക്ക് വായനയും ഓത്തുമായിരിക്കും ആ മനസ്സിൽ അതിന്റെ റൂഹ് മൊത്തം പ്രോഗ്രാം ചെയ്യുന്നത്. അതുകൊണ്ട് വായനാശീലം എന്നൊരു പരിപാടി. അതിപ്പോൾ നമുക്ക് പെണ്ണുങ്ങൾക്ക് പല കാരണം ഉണ്ടാവും. മൂലം നിങ്ങൾ പറഞ്ഞു പോയാൽ മതി. പെരയിൽ പാത്രം കുടുക്കൊക്കെ ഞാനല്ലേ കഴുകി വെക്കേണ്ടത്. കുട്ടിനെ ഉറക്കണം. എത്ര കുട്ടികളുണ്ട്, ഇവരൊക്കെ പാടെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഉറക്കുക? എന്നെ കൊണ്ട് കഴിയോ? ഇവരെ കൂട്ടി നിരത്തി കിടത്തിയിട്ട് ഗ്ലാസ്സിൽ തുറക്കേണ്ടി വരും. അല്ലാതെ ഓരോരുത്തർക്ക് വായിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? ഒരുപാട് ചാലഞ്ചസ് ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം? മുതിർന്ന മക്കൾക്ക് ഡ്യൂട്ടി കൊടുക്കണം. 2-3 വയസ്സ് 4 വയസ്സുള്ള കുട്ടിയെ 10-15 വയസ്സുള്ള മോളെ നീ എന്ത് ചെയ്യോ, ചരിത്രമൊക്കെ ഒന്ന് വായിച്ചു കൊടുക്കും. ഒരു പേജ് വായിക്കുന്നു, ദിക്ർ ചൊല്ലിക്കൂടത്തെ കുട്ടിയെ കിടത്തുന്നു. എന്തോ ഒരു നല്ല മക്കളായിരിക്കും. നമ്മുടെ മക്കളെ എങ്ങനെ ഉറങ്ങണം നമുക്ക് അറിയുന്നുണ്ടോ? എവിടെയെങ്കിലും പോയി കിടന്നുറങ്ങിയിട്ടാ ഉമ്മ കാണുന്നത് കുട്ടി ഉറങ്ങിയല്ലോ, അപ്പൊ എടുത്ത് കൊണ്ടുപോയി കിടത്താണ്. ശരിക്കൊരു ഉറക്കം വായനയിലൂടെ ഉറങ്ങുന്ന ഒരു ശൈലി, അത് പാശ്ചാത്യർ മുമ്പേ ശീലിച്ചൊരു സംഭവമാണ്. ബെഡ് ടൈം സ്റ്റോറീസ് എന്നാണ് അവർ പറയാ. ഉറങ്ങുന്ന നേരത്തുള്ള കഥകൾ. നമുക്ക് ദിക്റുകൾ ചൊല്ലി കിടക്കണം എന്നാ പറഞ്ഞത്. ആ ദിക്റുകളുടെ കൂടെ നല്ല ഒരു പ്രവാചക ചരിത്രം നമ്മുടെ മക്കൾ കേൾക്കട്ടെ. നല്ല ഒരു മൊറാലിറ്റിയുള്ള ഒരു മോറൽ ഉള്ള ഒരു ചരിതം അവർ കേൾക്കട്ടെ. ഒരു ഹദീസ് അവർ കേൾക്കട്ടെ. തങ്ങളെക്കുറിച്ച്, അസ്ഹാബിനെ കുറിച്ചുള്ള ചരിതങ്ങളിൽ 1-2 അവർ കേൾക്കട്ടെ. അത് നമുക്കും നല്ല ഒരു പുസ്തകം വായിച്ചു കൊടുത്താൽ മതി. നല്ല നല്ല ബുക്കുകൾ നമ്മുടെ ബുക്ക് പ്ലസിലുണ്ട്. ചെമ്മാട് ബുക്ക് പ്ലസ്. കുട്ടികൾക്ക് മാത്രമുള്ള ഒരുപാട് ഇസ്ലാമിക കഥകൾ. ദാൽഹുദയുടെ ക്യാമ്പസിൽ തന്നെ മൂലയിലുള്ള ഒരു ബുക്ക് പ്ലസ് കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ഇതുപോലെയുള്ള ചരിത്രങ്ങൾ ചെറിയ ബുക്കുകളായിട്ട് ഉണ്ട്. വേറെയും ഉണ്ടായിട്ടോ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അറിയുന്നത് പറഞ്ഞത് മാത്രം. അപ്പോൾ എവിടെന്നെങ്കിലും സംഘടിപ്പിക്കുക, കുട്ടികൾക്ക് വായിച്ചു കൊടുക്കുക. സ്വലാഹു സുബിയാനി ഫിൽ കിതാബ്. മഹാനായ അല്ലാമ അലി തിർമിദി, മുഹമ്മദ് ബിൻ അലി തിർമിദി തങ്ങൾ പറയാ, മക്കള് നന്നാവുന്നത് പുസ്തകത്തിലാണ്. പുസ്തകം കൊണ്ടേ മക്കളെ നന്നാക്കാൻ പറ്റുള്ളൂ. വേറൊന്നും കൊടുത്തിട്ട് മൊബൈൽ എടുത്തിട്ടൊന്നും നന്നാക്കാൻ കഴിയില്ല. സ്വലാഹു സുബിയാനി ഫിൽ കിതാബ് വസ്വലാഹുൽ ഖുത്താഇ ഫിസ് സിജ്ൻ. മോഷണം ചെയ്യുന്നവർ, കളവ് ചെയ്യുന്നവർ, കൊള്ളയടിക്കുന്നവർ, അവർ നന്നാവുന്നത് ഫിസ് സിജ്നി, ജയിലിന്റെ ഇരുളഴികളിലാണ്. ജയിൽ അറകളിൽ അവരെ അടച്ചെങ്കിലേ അവരെ നന്നാവൂ. ക്രിമിനലുകൾ നന്നാവണമെങ്കിൽ അവരെ ജയിലടക്കണം. സ്വലാഹുൽ ഖുത്താഇ ഫിസ് സിജ്ൻ വസ്വലാഹുൻ നിസാഇ ഫിൽ ബുയൂത്ത്. പെണ്ണുങ്ങൾ നന്നാവേണമെങ്കിൽ
അവരുടെ വീടുകളാണ് ഏറ്റവും അവർക്ക് സുരക്ഷിതം. വീടുകളിൽ നിന്നേ അവർക്ക് സ്വലാഹ് കിട്ടുള്ളൂ. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ചാലഞ്ചുകളാണ്. ഇന്നത്തെ കാലഘട്ടം ഒരുപാട് പ്രതിസന്ധികളാണ്. അവരുടെ ശരീരം, അവരുടെ വസ്ത്രം, അവരിടപെടുന്നത്, അവർ കാണുന്നത്, അവർ യാത്ര ചെയ്യുന്നത്, ഇതിലൊക്കെ പിശാചിന്റെ സാന്നിധ്യങ്ങൾ വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാക്കുന്ന സാഹചര്യങ്ങൾ വരും. അവർക്ക് ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്ത് നന്നാവാനും അള്ളാഹുവിലേക്ക് അടുക്കാനും കഴിയുന്നത് അവർ വീട്ടിലാകുമ്പോഴാണ്. നമ്മളതിനെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഒരു ജോബ് കൾച്ചർ വന്നു, ഒരു ഫ്രീ കൾച്ചർ വന്നു. ഇതിന്റെയൊക്കെ ദുരന്തങ്ങൾ നമ്മൾ അനുഭവിക്കാൻ പോവാണ്. യുവജനങ്ങൾ നന്നാവുന്നത്, യുവാക്കൾ നന്നാവുന്നത് ഫിൽ ഇൽമി, ഇൽമിലൂടെയാണ്, അറിവിലൂടെയാണ്. അവരെ കൊണ്ടുപോയി പഠിപ്പിക്കണം. അവരുടെ അറ്റൻഡൻസ് സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും അറബി കോളേജിലാണെങ്കിലും പള്ളി ദർസിലാണെങ്കിലും അവർ കൃത്യമായി അവിടെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അറ്റൻഡൻസ് നമ്മൾ ബോധിക്കണം. കാരണം മക്കള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഇവിടേക്ക് തന്നെയാണോ, പറഞ്ഞിടത്തേക്ക് എത്തുന്നുണ്ടോ, അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വരുന്നുണ്ടോ, പരിശോധിക്കേണ്ട ബാധ്യതയുണ്ട്. സ്വലാഹുൽ ഫിത്തിയാനി ഫിൽ ഇൽം, അവർ പഠിക്കട്ടെ. ഡിഗ്രിയും ഒരു SSLC കഴിഞ്ഞ് നിർത്താൻ പറ്റുന്ന കാലമല്ല, +2 കഴിഞ്ഞ് നിർത്താൻ പറ്റില്ല. ഡിഗ്രി കഴിഞ്ഞാൽ, ഡിഗ്രി എന്നൊക്കെ പറഞ്ഞ പഴയ കാലത്തെ SSLCന്റെ അടുത്ത് എത്തിയിട്ടുള്ളൂ. ഇപ്പോൾ PG മിനിമം ഇല്ലാതെ ഇനിയുള്ള ഒരു ജോബ് മാർക്കറ്റിൽ നമ്മുടെ കുട്ടികൾക്ക് ആർക്കും പിടിച്ചേക്കാൻ കഴിയില്ല. മിനിമം PG വേണം. അതുകൊണ്ട് ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ജോലിക്ക് ഇറങ്ങുക എന്നത് മാറിയിട്ട് ഒരു PG, ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ നിർബന്ധമായും ചെയ്യുന്ന വിധം നമ്മുടെ മക്കള് വിദ്യാഭ്യാസത്തിൽ അതിൽ വ്യാപൃതരാവണം. നമ്മുടെ യുവജനങ്ങളുടെ നന്മ കിടക്കുന്നത് വിദ്യാഭ്യാസത്തിലാണ്. പിന്നെ പറഞ്ഞു വസ്വലാഹുൽ ഖുഹൂലി ഫിൽ മസാജിദ്, മധ്യവയസ്സന്മാർ, റിട്ടയർമെന്റ് പ്രായത്തിലേക്ക് എത്തിയവർ, ജോലിക്കൊന്നും പോകുന്നില്ല, മക്കള് ജോലി ചെയ്യുന്നുണ്ട്, വീടിന്റെ ചെലവ് അവരെ പുലർത്ത്, കാര്യമായ പണിയൊന്നുമില്ല. പിന്നെ ഈ റിമോട്ടും പിടിച്ച് മൊബൈലും പിടിച്ച് ഇങ്ങനെ കഥ കണ്ടിരിക്കലാണ് ഫുൾ ടൈം. നേരെ യൂട്യൂബ് കൊണ്ട് തീർന്നിട്ട് മരിക്കാൻ പറ്റുന്നത്? അതിലെ കഥ തീരുമോ? എത്ര ജന്മം ഇരിക്കണം? അത് ഓരോ ദിവസവും യൂട്യൂബിലേക്ക് കയറുന്നത് കാണണമെങ്കിൽ തന്നെ മിനിമം 100 കൊല്ലം എടുക്കും. ഒരു ദിവസം അപ്ലോഡ് ചെയ്യപ്പെടുന്ന സാധനം കാണണമെങ്കിൽ, ഒരു ദിവസം അപ്ലോഡ് ചെയ്യപ്പെടുന്നത്, അത്രയും വീഡിയോസ് കയറിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യന് ജീവൻ ഉണ്ടാവും, മനുഷ്യന് ആയുസ്സുണ്ടാവും അതൊക്കെ കണ്ടു തീർക്കാൻ. വെറുതെ അനാവശ്യങ്ങൾ കണ്ടിരിക്കുന്നിടത്താണ് ഞാൻ പറയുന്നത്. നല്ല കാര്യങ്ങൾ, ഒരു പ്രഭാഷണമോ, ഒരു വഅളോ, ഒരു ഖുർആനോ, ഒരു ഉപദേശമോ, ഒരു അറിവോ, ഒരു ഇൽമോ കിട്ടുന്ന ഒരു നല്ല പ്രോഗ്രാമുകൾ ഉറക്കൊഴിക്കാത്ത രീതിയിൽ നിങ്ങൾ കാണുക, ഒരു പ്രയാസമില്ല. അല്ലാതെ മധ്യവയസ്സ്, റിട്ടയർമെന്റ് പ്രായമുള്ള ആളുകൾ, അതിലെ വലിയൊരു വിഭാഗം വളരെ സങ്കടത്തോടുകൂടെ പറയട്ടെ, മോശപ്പെട്ടത് കാണുന്ന ഒരു ടെൻഡൻസി ഒരു 50 വയസ്സ് കഴിഞ്ഞ ആളുകളിൽ കണ്ടുവരുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോഴാണ് പിന്നെ വീട്ടിൽ തന്നെയുള്ള മകന്റെ ഭാര്യ അല്ലെങ്കിൽ മറ്റു കുടുംബത്തിലെ പെൺകുട്ടികൾ അത്തരക്കാരുമായൊക്കെ അവിഹിതമായ ബന്ധങ്ങളോ നോട്ടങ്ങളോ ഒക്കെ കടന്നു വരത്തക്ക വിധം പിശാച്ച് നമ്മുടെ സ്വഭാവങ്ങളെ മാറ്റിമറിക്കുന്നുണ്ട്. കാരണം മനുഷ്യൻ കാണുന്നത് തിന്മയാണെങ്കിൽ ഏതൊരു മനുഷ്യ ശരീരത്തിലും തിന്മയെ അവർക്ക് കാണാൻ കഴിയുള്ളൂ. വലിയൊരു ദുരന്തം നമ്മളറിയാതെ നമ്മുടെ ഇടയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ വലിയൊരു കാരണം നമ്മുടെ സമയം കൃത്യമായും അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രകാരം ചെലവഴിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് മഹാനായ അലി തിർമിദി തങ്ങൾ പറയാൻ വസ്വലാഹുൽ ഖുഹൂലി ഫിൽ മസാജിദ്, കാര്യമായി ജോലിയോ തൊഴിലോ ഒന്നും പോകുന്നില്ലെങ്കിൽ അത്തരം ആളുകളുടെ, പുരുഷന്മാരുടെ സ്വലാഹ്, അവര് നന്നാവുന്നത് ഫിൽ മസാജിദ്, മസ്ജിദുകളിലാണ്, പള്ളികളിലാണ്. അവർ മസ്ജിദുമായി ധാരാളം ഇടപെടണം. കാരണം യാത്രയുടെ അങ്ങ് എയർപോർട്ടിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. 40 കഴിഞ്ഞാൽ പിന്നെ എയർപോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എമിഗ്രേഷൻ കഴിയാൻ വലിയ പഴയ സമയമൊന്നുമില്ല, വളരെ പെട്ടെന്നാവും. അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യരുത്, കളിക്കാൻ നിൽക്കരുത്. സമയമായിട്ടുണ്ട്, അല്ലെങ്കിലും ആയിട്ടുണ്ട്. സ്വലാഹുൽ ഖുഹൂലി ഫിൽ മസാജിദ്, ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. സ്വലാഹുസ് സുബിയാനി ഫിൽ കിതാബ്, കൊച്ചുമക്കൾ നന്നാവുന്നത് കിതാബ് വായിച്ചു കൊടുക്കുമ്പോഴോ അവര് പഠിക്കുമ്പോഴോ ആണ്. അപ്പോഴേ നമ്മൾ ഉറങ്ങുമ്പോൾ ഒരു ചെറിയൊരു കിതാബെങ്കിലും ഒരല്പം ഒരു പേജെങ്കിലും ഓതി കൊടുക്കുക എന്ന് നമ്മൾ സൂചിപ്പിച്ചത്. വസ്വലാഹുൽ ഖുത്താഇ ഫി സിജിൻ, ക്രിമിനലുകൾ, തിന്മ ചെയ്ത് ജീവിക്കുന്നവർ, മയക്കുമരുന്നും ലഹരിയും മദ്യവും ചൂതാട്ടവും പിടിച്ചു പറയും, ഇത്തരം ആളുകളൊക്കെ ജയിലിൽ കിടന്ന് അനുഭവിച്ചെങ്കിലേ അവർക്ക് ജീവിതത്തിന്റെ വില മനസ്സിലാവൂ. 3 സ്വലാഹുൻ നിസാഇ ഫിൽ ബുയൂത്ത്, പെൺകുട്ടികൾ അവരുടെ സുരക്ഷിതത്വവും അവരുടെ സ്വലാഹും അവരുടെ നന്മയും അവരുടെ വീടുകളിലാണ്. വസ്വലാഹുൽ ഫിത്തിയാനി ഫിൽ ഇൽമ്, യുവാക്കളുടെ 12 വയസ്സിന് മുകളിലുള്ള പഠിക്കുന്ന മക്കൾ, അവരുടെയൊക്കെ വിജയവും സ്വലാഹും നന്മയും അവർ സ്വാലിഹീങ്ങളായി മാറുന്നത് ഇൽമുമായി, അറിവുമായി, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെടുമ്പോഴാണ്. പിന്നെ മധ്യവയസ്കരായ ആളുകൾ സ്വലാഹുൽ ഖുഹൂലി ഫിൽ മസാജിദ്, അവരുടെ നന്മയും അവരുടെ ഗുണവും വർദ്ധിക്കുന്നത് അവർ മസ്ജിദുമായി ഇടപഴകുമ്പോഴാണ്. മഹാനായ
അലി അത്തുർമുദി റഹ്മത്തുള്ളാഹി മുഹമ്മദ് ബിൻ അലി തുർമുദി റഹ്മത്തുള്ളാഹി തആല അലൈഹി മഅറൂഫുൽ ഖർഖി തങ്ങൾ ഈ ഉമ്മത്തിന്റെ നന്മയെ പരിശോധിച്ചുകൊണ്ട് പറഞ്ഞു, മാ അക്തറ സ്വാലിഹീൻ വഅഖല്ല സ്വാദിഖീന ഫി സ്വാലിഹീൻ. നമ്മളെ ആരെയും നിരൂപിക്കുകയല്ല, മഹാന്മാർ നിരൂപിച്ചതിനെ ഉദ്ധരിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. മാ അക്തറ സ്വാലിഹീൻ, സ്വാലിഹീങ്ങൾ ഒരുപാടുണ്ടെന്ന്. മാ അക്തറ സ്വാലിഹീൻ, എത്രയോ സ്വാലിഹീങ്ങൾ സജ്ജനങ്ങൾ നമുക്കിടയിലുണ്ട്. പക്ഷേ വമാ അഖല്ല സ്വാദിഖീന ഫി സ്വാലിഹീൻ, ഈ സജ്ജനങ്ങളിൽ സത്യസന്ധരായ സജ്ജനങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. സത്യസന്ധരായ സ്വാലിഹീങ്ങൾ കുറച്ചേ ഉള്ളൂ. നമ്മൾ മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന് പറഞ്ഞ പോലെയുള്ള സ്വാലിഹീങ്ങളായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ചുറ്റുവട്ടത്ത്. യഥാർത്ഥ സജ്ജനങ്ങളുടെ അടയാളങ്ങളിലേക്ക് നമ്മളും കടന്നാൽ നമ്മളൊന്ന് 4 അയലത്ത് ചെന്നിരിക്കാൻ ക്വാളിഫിക്കേഷൻ ഇല്ലെന്ന് നമുക്ക് ബോധ്യപ്പെടും. ഹജ്ജ് നടക്കുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുണ്ട് ഇമാം മുജാഹിദ് റഹിമഹുല്ലാ, ഖുർആനിന്റെ വ്യാഖ്യാതാവും ഇബ്നു ഉമർ തങ്ങളുടെ ശിഷ്യനുമാണ്, താബിഈയാണ് ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ പറയുന്നു, കാഫിലകൾ ഹജ്ജിന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മക്കയിലേക്ക് സിറിയയിൽ നിന്ന്, ഷാമിൽ നിന്ന്, ഫലസ്തീനിൽ നിന്ന്, ഇറാഖിൽ നിന്ന്, മിസ്രിൽ നിന്ന്, യമനിൽ നിന്ന്, തിഹാമയിൽ നിന്ന്, യമാമയിൽ നിന്ന് കാഫിലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സംഘം സംഘമായി ഹജ്ജിന് വരാൻ. അള്ളാഹു നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ ഹജ്ജിന് പുറപ്പെട്ട് കഴിഞ്ഞവർ, പുറപ്പെടാനിരിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു ഈ വർഷത്തെ ഹജ്ജ് മഖബൂലും മബ്റൂറുമായി നിർവഹിച്ചു വരാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹാജിമാരിങ്ങനെ കടന്നു വരുമ്പോ മഹാനായ മുജാഹിദ് റഹിമഹുല്ലാ പറഞ്ഞു അത്രേ, മാ അക്തറൽ ഹാജ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവരെ, എന്റെ ശൈഖ് അവറുകളെ, എന്റെ ഉസ്താദെ, എത്ര ഹാജിമാരാണല്ലേ ഈ കൊല്ലം എന്ന് ചോദിച്ചു. എത്ര ഹാജിമാരാണല്ലേ പറഞ്ഞു. മാ അഖല്ലഹും, ഹാജിമാർ എത്ര കുറവാണ്. വലാകിൻ ഖുൽ മാ അക്തറ റക്ബ്, കുറെ ആൾക്കാർ യാത്ര ചെയ്തു വന്നിട്ടുണ്ട്, കുറെ യാത്രാ സംഘങ്ങൾ ഹറമിൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഹാജിമാർ ഇതിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഹജ്ജായിട്ട് കിട്ടുന്നവർ കുറച്ചേ ഉണ്ടാവുള്ളൂ. പിന്നെ യാത്രാ സംഘം, വലിയ വലിയ സംഘങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി. മാ അക്തറ റക്ബ് വമാ അഖല്ലൽ ഹാജ്, യാത്രക്കാർ കുറെ വന്നിട്ടുണ്ട്, പക്ഷെ ഹജ്ജുള്ളവരിൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതൊരു വാക്കാണ്. ഒരു മനുഷ്യന്റെ അടുത്ത് 100 ഒട്ടകം ഉണ്ടാകും, പക്ഷേ ജനങ്ങൾ മുഴുവനും 100 ഒട്ടകങ്ങളെ പോലെയാണ്. ഒട്ടകങ്ങൾ 100 എണ്ണമുണ്ട്, പക്ഷെ യാത്രക്ക് പറ്റിയ ഒട്ടകം അതിൽ 1-2 ഉണ്ടാവുള്ളൂ. അതുപോലെ സ്വാലിഹീങ്ങൾ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളുള്ളത്. ഇവിടെ നിന്ന് സ്വാലിഹീങ്ങളുടെ റക്ബിലേക്ക്, യാത്രാ സംഘത്തിലേക്ക് നമുക്ക് ഓടിപ്പിടിക്കണം. അതിന് സാധിക്കും. ഔലിയാക്കന്മാർ ഖിയാമത്ത് നാൾ വരെ ലോകത്തുണ്ടെന്നാണ്, പക്ഷെ നമുക്ക് ചിലപ്പോൾ അവരെ അറിയാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് ചില ഔലിയാക്കന്മാരെ തിരിച്ചറിഞ്ഞതും അവരുടെ അത്ഭുതകരമായ ചില കറാമത്തുകൾ അവർ നേരിട്ട് അനുഭവിച്ചതും, മഹാനായ ഖദിർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ കണ്ടതും അടക്കമുള്ള വിഷയങ്ങൾ സമയം ഉണ്ടെങ്കിൽ നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് ചില സംഭവങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹാജിമാർ ഇങ്ങനെ കടന്നു വരുമ്പോ അതിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ നോക്കി. ثم نظر الى رجل ضعيف رث الهيئه تحته جوالق, പരിപരുത്ത പരുത്തിയുടെ വസ്ത്രം വിരിച്ച് ശരീരമാസകലം മെലിഞ്ഞുണങ്ങിയ ഒരു മനുഷ്യൻ ആ ഹാജിമാരുടെ കൂട്ടത്തിൽ ഇരിക്കുന്നത് കണ്ടപ്പോ ഫഖാൽ ഹാദാ നഅം മിനൽ ഹാജ്, ഈ മനുഷ്യൻ ഹജ്ജിന് വന്ന ആളാണ്, ഇയാൾ ഒരു ഹാജിയാണെന്ന് ഇബ്നു ഉമർ തങ്ങൾ അയാളെ നോക്കി പറഞ്ഞു എന്ന് മഹാനായ മുജാഹിദ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. ധാരാൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മോനാണ്, മുത്തബിഉസ് സുന്നഹ്, ഹബീബായ നബിയുടെ സുന്നത്ത് അത്രമേൽ ജീവിതത്തിൽ പകർത്തിയ ഹബീബായ നബി തങ്ങളുടെ കണ്ണിലുണ്ണിയായ സുഹാബി, നബി തങ്ങളുടെ ഭാര്യയുടെ ആങ്ങള, ഹഫ്സ ബീവിയുടെ ആങ്ങള അബ്ദുല്ലാഹി ഇബ്നു ഉമർ, മക്കയിലെ ഹയ്യ ശുഹദായിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകൾ. ഒരാളെ കണ്ടുകൊണ്ട് പറഞ്ഞു ഇയാൾ ഒരു ഹാജിയാണ്, നല്ലൊരു ഹാജിയാണ്. ബാക്കിയൊക്കെ യാത്രാ സംഘമാണ്. മാ അഖല്ലൽ ഹാജ് വമാ അക്തറ റക്ബ്, എത്രയോ യാത്രക്കാർ ഹജ്ജിന് വന്നിട്ടുണ്ട്, അതിൽ ഹാജിമാർ കുറവാണ്. സ്വാലിഹീങ്ങളിലേക്ക് പെടണം. എന്താണ് അതിന്റെ അടയാളങ്ങൾ? ഒന്ന്, ഹബീബായ നബിയുടെ ഒരു ഹദീസിലേക്ക് വരാം. മഹാനായ ആമിർ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു അൻ നബിഹി റളിയല്ലാഹു അൻഹു ഖാല അന്ന റജുലൻ ജാഅ ഇല സ്വലാത്തി വൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി, അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി ഒരാൾ അങ്ങോട്ട് കടന്നു വന്നു.
അങ്ങനെ തങ്ങൾ ഇമാമായി നിസ്കരിക്കുകയാണ്. ഈ സ്വഹാബി മഅ്മൂമാണ്. സഫിലേക്ക് എത്തിയപ്പോ തക്ബീർ ചൊല്ലിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ ആതിനി അഫ്ളല മാ തുഅതി ഇബാദക സ്വാലിഹീൻ. അല്ലാഹുവേ, നിന്റെ സജ്ജനങ്ങൾക്ക് നീ നൽകുന്ന ഏറ്റവും നല്ലത് എനിക്ക് നൽകണമേ. അല്ലാഹുമ്മ ആതിനി അഫ്ളല മാ തുഅതി ഇബാദക സ്വാലിഹീൻ. ഇത് നബി തങ്ങൾ പറഞ്ഞുകൊടുത്ത ഒരു ഹദീസ്, ഒരു വാക്കല്ല, ഒരു ദുആയല്ല. നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതല്ല, അദ്ദേഹമായിട്ട് പറയാം. സ്വഹീഹായ ഹദീസാണ്. ഇമാം ഹാക്കിം എന്നിവര്, ഇബ്നു ഹിബ്ബാൻ, ഇമാം ബസ്സാർ ഇവരൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അല്ലാഹുമ്മ ആതിനി അഫ്ളല മാ തുഅതി ഇബാദക സ്വാലിഹീൻ. നിന്റെ സ്വാലിഹീങ്ങൾക്ക് നീ നൽകുന്നതിൽ വെച്ച് ഏറ്റവും നല്ലത് അല്ലാഹുവേ എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു അക്ബർ അദ്ദേഹം നിസ്കരിക്കാൻ. ഫലമ്മാ ഖദൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാ, അല്ലാഹുവിന്റെ ഹബീബ് നിസ്കാരം കഴിഞ്ഞപ്പോൾ ചോദിച്ചു, മനിൽ മുതകല്ലിമു ആനിഫൻ. ആരാണ് തൊട്ടു മുമ്പ് ഒരു വാക്ക് പറഞ്ഞത്? ആരാണ് ഇപ്പൊ സംസാരിച്ചത്? അദ്ദേഹം മസ്ബൂഖായി വന്നതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, ഞാനായിരുന്നു നബിയേ. അപ്പൊ തങ്ങളത് കേട്ടു. അല്ലാഹുമ്മ ആതിനി അഫ്ളല മാ തുഅതി ഇബാദക സ്വാലിഹീൻ. നിന്റെ സജ്ജനങ്ങളായ ആളുകൾക്ക് നീ നൽകുന്ന ഏറ്റവും ശ്രേഷ്ഠമായത് അല്ലാഹുവേ എനിക്ക് നൽകണമേ. തങ്ങൾ ചോദിക്കുകയാണ്, എന്താണ് ആ ചോദിച്ചതെന്ന് നിങ്ങൾക്കറിയുമോ? വല്ലാത്തൊരു ചോദ്യാ ചോദിച്ചത്. അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവർക്ക് നൽകുന്ന സ്വാലിഹീങ്ങൾ, അവർക്ക് നൽകുന്നതിൽ വെച്ച് ഏറ്റവും നല്ലത് എന്ന് ചോദിച്ചാൽ, ഇദൻ യുഖറു ജവാദുക വതുസ്തഷ്ഹദു. അതിനർത്ഥം എന്താണെന്നറിയുമോ? നിങ്ങൾ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന നിങ്ങളുടെ കുതിര, ആ കുതിര അറുക്കപ്പെടുകയും വതുസ്തഷ്ഹദു, നിങ്ങൾ രക്തസാക്ഷിയായി മാറുകയും ചെയ്യും. അതാണ് നിങ്ങൾ ചോദിച്ചത്. ഈ ഹദീസ് പറഞ്ഞപ്പോ മഹാന്മാർ പറയാണ്, വഫി ഹാദൽ ഹദീസ് ഇഷാറ, ഈ ഹദീസിൽ നിന്ന് പഠിക്കാനുണ്ട്, അന്നൽ അബ്ദ ലാ യസ്തഖീമു മഖാമ സ്വാലിഹീൻ ഇല്ലാ ബിൽ ഉബൂരി ഇലാ മഖാമി ഷഹാദ. ഷഹാദത്തിന്റെ ഒരു മഖാമിലേക്ക് ഷഹീദാവുക. നമ്മൾ പറയല് ഒരുപാട് ശുഹദാക്കളുടെ മഖാമുകളുണ്ട്. ഇപ്പോൾ ഒമാനൂർ ശുഹദാക്കളടക്കം നമ്മുടെ നാടുകളിൽ ഖിലാഫത്തിൽ വഫാത്തായി പോയ ഒരുപാട് ശുഹദാക്കളുടെ മഖാമുകൾ നമ്മുടെ നാടുകളിൽ ഒരുപാടുണ്ട്. ഉമർ ഖാദി തങ്ങളുടേതടക്കം, മഹാനായ മമ്പറം തങ്ങളടക്കം ഒരുപാട് ആ കാലഘട്ടങ്ങളിൽ രാജ്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ എത്രയോ ശുഹദാക്കളുണ്ട്. ഈ ഷഹീദാവുക എന്ന് പറഞ്ഞതു തന്നെ സ്വലാഹിലേക്ക്, നന്മയിലേക്ക് ഉയരുന്നൊരു കാരണമാണ്. അതുകൊണ്ടാണ് അവരുടെയൊക്കെ ഉറൂസുകളും അവരുടെയൊക്കെ അനുസ്മരണങ്ങളും നമ്മൾ ആചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തേ? ശുഹദാക്കളായാൽ തന്നെ അവർ സ്വാലിഹീങ്ങളായി മാറി. കാരണം സ്വാലിഹാവേണ്ടതിന്റെ ഒരു ലക്ഷണം നബി തങ്ങൾ പറഞ്ഞത്, ഷഹാദത്ത് വരിക്കും. ഷഹാദത്ത് വരിക്കുന്നത്, രക്തസാക്ഷിത്വം ഉണ്ടാകുന്നത് സജ്ജനങ്ങളുടെ അടയാളങ്ങളിൽ പെട്ടതാണ്. അത് ബെഡിൽ കിടന്ന് ഷഹീദാവാൻ നമുക്ക് വകയുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് ചോര ചിന്തിയുള്ള മരണം മാത്രമല്ല. ശുഹദാ ഉമ്മത്തി കസീർ, എന്റെ ഉമ്മത്തിൽ ഒരുപാട് ശുഹദാക്കളുണ്ട്. അതിൽ ചോര ചിന്തി മരിക്കുന്നവർ കുറച്ചേ ഉള്ളൂ. ബാക്കിയൊക്കെ അക്തറു ശുഹദാഇ അസ്ഹാബുൽ ഫുർഷ്, എന്റെ ഉമ്മത്തിലെ ബഹുഭൂരിഭാഗം വരുന്ന ഷഹീദുമാർ വിരിപ്പിലും ബെഡിലും വീട്ടിലും കിടന്ന് മരിക്കുന്നവരാണ്. സ്വന്തം നഫ്സിനോട് മുജാഹദ ചെയ്യുന്നവർ, സ്വന്തം ശരീരത്തോട് പടവരുന്നവർ. എങ്ങനെ? തിന്മയുടെ വിഷയത്തിൽ തൗബ ചെയ്തുകൊണ്ട്, നെദമുകൊണ്ട്, സങ്കടപ്പെട്ടുകൊണ്ട്, അള്ളാഹുവിന് വഅദ ചെയ്തു കൊടുത്തുകൊണ്ട് സ്വന്തം ശരീരത്തെ കൊണ്ട് ഇബാദത്ത് ചെയ്യിപ്പിച്ച് തളർത്തുകയാണ്. അങ്ങനെ ശരീരവുമായി പടവരുന്നവർ അവരും ശുഹദാക്കളാണെന്ന് ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ നബി തങ്ങളോട് ചോദിക്കുന്നു, സഅൽതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ഹാദിഹിൽ ആയ ഉജീബു ദഅവതദ് ദാഇ ഇദാ ദആൻ. നബിയേ, ഉജീബു ദഅവതദ് ദാഇ ഇദാ ദആൻ, എന്നോട് ചോദിക്കുന്ന ഒരാൾ, ദുആ ചെയ്യുന്ന ഒരാൾ എന്നോട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഞാൻ ഉത്തരം കൊടുക്കും എന്ന് പറയുമ്പോൾ ആയിഷ ബീവി ചോദിച്ചു, നബിയേ, ആരാണ് ഈ ദുആ ചെയ്യുന്ന മനുഷ്യർ? ദുആ ചെയ്താൽ ഉത്തരം കൊടുക്കും. ദുആ ചെയ്യുന്ന ആള് ദുആ ചെയ്താൽ ഉത്തരം. അപ്പൊ ഈ ദുആ ചെയ്യുന്ന ആൾ എന്ന് പറയുന്ന ആ ദാഇ അതാരാ? നമ്മളൊക്കെ വരക്കണ്ടല്ലോ, ഉത്തരം ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല. അപ്പൊ എന്താ അതിന്റെ പരിഹാരം? ചോദിക്കുന്നവർക്കല്ല കൊടുക്കുന്നില്ലേ പറയുന്നത്. അപ്പൊ ഈ ചോദിക്കുന്നവർ എന്താണ്? ആ ചോദിക്കുന്ന ആളെ കുറിച്ച് നബിയെ ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? അള്ളാഹുവിന്റെ ഹബീബ് അള്ളാഹുവിന്റെ ഹദ്റത്തിലേക്ക് കൈയുയർത്തിയിട്ട് ഒരു ദുആ ചെയ്യുന്നു, യാ റബ്ബ്
മസ്അലത ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവി എന്നോടൊരു ചോദ്യം ചോദിച്ചു. റബ്ബേ, അതിന്റെ ഉത്തരം എന്താണ് പടച്ചവനെ? നബി തങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചു. യാ റബ്ബി മസ്അലത ആയിഷ റളിയല്ലാഹു അൻഹാ ഫഹബത ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ഇമാം സുയൂത്തിയുടെ ദുർറുൽ മൻസൂറിലുണ്ട് ഈ ഹദീസ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നു. ഫഖാൽ ഇന്നല്ലാഹ യുഖരിഉക സലാം, നബിയേ അല്ലാഹു അങ്ങയോട് സലാം പറയുന്നുണ്ട്. ആരാണ് ദുആ ചെയ്യുന്നതെന്നല്ലേ ആയിഷ ബീവി ചോദിച്ചത്? അതിന്റെ ഉത്തരം വേണമെന്നല്ലേ അങ്ങ് അല്ലാഹുവിനോട് ആരാഞ്ഞത്? ഉത്തരം വന്നിരിക്കുന്നു നബിയേ. ഹാദാ അബ്ദി അസ്വാലിഹു ബിന്നിയ്യതി സ്വാദിഖ, സത്യസന്ധമായ നീയത്തോടുകൂടെ എന്നോട് ചോദിക്കുന്ന എൻ്റെ ദാസനാണ്, എൻ്റെ ദാസിയാണ്. സത്യസന്ധമായ നീയത്ത്. എന്റെ റബ്ബ് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരും എന്ന് റബ്ബിനെ അള്ളാഹുവിന്റെ മുമ്പിൽ നിഷ്കളങ്കമായ സത്യസന്ധമായ ചിന്തയോടെ നീയത്തോടെ ദുആ ചെയ്യുന്ന അബ്ദി അസ്വാലിഹ്, സ്വാലിഹായ ഒരാൾ ദുആ ഇരുന്നാൽ അതിന് കിട്ടും. ഈ ഹദീസിനെ വെച്ചിട്ട് മഹാന്മാർ വമിൻ ഹുനാ യുസ്തഹബ്ബു ത്വലബു ദുആഇ മിനസ് സ്വാലിഹീൻ, അതുകൊണ്ടാണ് സ്വാലിഹീങ്ങൾ എന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകളെ കാണുമ്പോൾ ദ്വാരക്കണം കേട്ടോ, എനിക്ക് വേണ്ടി ദ്വാരക്കണേ, മക്കൾക്ക് വേണ്ടി ദ്വാരക്കണേ, ഉമ്മത്തിന് വേണ്ടി ദ്വാരക്കണേ എന്ന് സ്വാലിഹീങ്ങളെ കാണുമ്പോൾ ദുആയിരപ്പിക്കണം എന്ന ആശയം നമ്മൾ പഠിക്കുന്നത് ഈ ഹദീസിൽ നിന്നാണ്. വേറെയും ഹദീസുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഉംറക്ക് പുറപ്പെടുമ്പോൾ, ഹജ്ജിന് പുറപ്പെടുമ്പോൾ, ഉംറക്ക് പോകുമ്പോൾ നബി തങ്ങൾ ദുആരക്കാൻ വേണ്ടി പറഞ്ഞത് നമ്മൾ കേൾക്കുന്നതാണ്. യാ ഉഖയ്യ ലാ തൻസനാ മിൻ ദുആഇക്, നബി തങ്ങൾ ദുആരക്കാൻ വേണ്ടി പറഞ്ഞു. യാ അല്ലാഹ് ഇന്നല്ലാഹ യുഖരിഉക സലാം, അല്ലാഹു അങ്ങയോട് സലാം പറയുന്നുണ്ട് നബിയെ. ആരാണ് ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ എന്ന ആയത്ത് സൂറത്തുൽ ബഖറയിൽ, ആ ആയത്തിലെ അദ്ദാഅ് ദുആ ചെയ്യുന്ന ആൾ എന്ന് പറയുന്നത് ആരാണ് നബിയെ എന്ന് അങ്ങയുടെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ അങ്ങയോട് ചോദിച്ചില്ലയോ? അതിനുത്തരം ഹാദാ അബ്ദി സ്വാലിഹ് ബിന്നിയ്യതി സ്വാദിഖ, സ്വാലിഹായ മനുഷ്യൻ നല്ല നിയ്യത്തോടുകൂടെ ഒരു പ്രതിഫലവും കാക്ഷിക്കാതെ മോഹിക്കാതെ അല്ലാഹുവിന്റെ റിളാ മോഹിച്ചുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടെ ചെയ്യുന്ന ദുആ. വഖൽബുഹു തഖിയ്യുൻ, അവരുടെ ഹൃദയം അല്ലാഹുവിനെ ഭയപ്പെടുന്ന ഹൃദയമാവണം. താൻ പോലിമ വരരുത്, അഹംഭാവം വരരുത്, താൻ വലിയ ആളാണെന്ന തോന്നൽ വരരുത്. ഖൽബുഹു നഖിയ്യുൻ തഖിയ്യുൻ യഖൂൽ യാ റബ്ബ് യാ റബ്ബ് എന്ന് അയാൾ ദുആരക്കുമ്പോൾ ഫഅഖൂലു ലബ്ബൈക് ഫഅഖ്ദി ഹാജതഹ, ഞാൻ പറയും എൻ്റെ ദാസനെ നിന്റെ വിളിക്ക് ഞാൻ ഇതാ ഉത്തരം നൽകിയിരിക്കുന്നു. അല്ലാഹ് പറയും ലബ്ബൈക്, എന്നിട്ട് അല്ലാഹു ആ ചോദിച്ച ചോദ്യം അല്ലാഹു തആല നിർവഹിച്ചു കൊടുക്കും. അപ്പോൾ സ്വാലിഹീങ്ങൾ ദുആരക്കുമ്പോൾ ഉത്തരം ഉറപ്പാണ്. വമിൻ ഹുനാ, മഹാനായ നജ്മുദ്ദീനുൽ അസ്സി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയും വമിൻ ഹുനാ യുസ്തഹബ്ബു ത്വലബു ദുആഇ മിനസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളെ കാണുമ്പോൾ ദുആരിപ്പിക്കൽ സുന്നത്താണെന്ന് നമ്മൾ ഇവിടുന്നാ മനസ്സിലാക്കേണ്ടത്. സ്വാലിഹീങ്ങളായ മനുഷ്യന്മാർ, സാധാരണക്കാരുണ്ടാവും, കച്ചവടക്കാരുണ്ടാകും, മുതഅല്ലിമീങ്ങളുണ്ടാകും, ആലിമീങ്ങൾ, സദാത്യങ്ങൾ, അവരൊന്നും പറയും വേണ്ട, അവരൊക്കെ വലിയ വലിയ സ്ഥാനത്തിരിക്കുന്നവരാ. അള്ളാഹുവിൻ്റെ സജ്ജനങ്ങളായ അബ്ദുകളൊക്കെ കാണുമ്പോഴേ ഞങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണേ എന്ന് പറയണം. അത് സുന്നത്താണ്. നബി തങ്ങൾ പഠിപ്പിച്ചില്ലയോ? സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. മഹാനായ അസീർ ഇബ്നു ജാബിർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹജ്ജിന്റെ നേരത്തെ ഒരു അനുഭവം പറയുന്നുണ്ട്. കാന ഉമർ ഇബ്നുൽ ഖത്താബ്, അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇദാ താ അലൈഹി അംദാദു അഹ്ലിൽ യമൻ, യമനുകാർ വന്നാൽ സഅലഹും, അവരോട് ചോദിക്കും. യമൻ ആദ്യകാല മുസ്ലിം ഭരണകൂടങ്ങളിലെ ഏറ്റവും സുശക്തമായ ഭരണം യമനിലാണ്. അത് കഴിഞ്ഞ പിന്നെ ഷാമിലാണ്. ഇപ്പൊ യമനുകൾ വരിക എന്ന് പറഞ്ഞാൽ തന്നെ ഹജ്ജിന് വലിയൊരു ഉണർവാണ്. അംദാദുൽ യമൻ, അങ്ങനെ പറയാം, യമനിലെ മദദ്. അവർ വരുമ്പോഴേ മക്കക്കാർക്ക് ഒരുപാട് ഹദിയകൾ, അവരുടെ അവാഹികൾ, അവരുടെ ഫിദിയകൾ, അവരുടെ ഒരുപാട് ബൈത്തുൽ അതീഖിലേക്ക് കൊണ്ടുവരുന്ന ഒരുപാട് നേർച്ചകൾ, ഇതൊക്കെ ആയിട്ട് അവർ വരിക. അംദാദുൽ യമൻ. ഉമർ തങ്ങൾ ചോദിക്കും ഫീകും ഉവൈസ് ഇബ്നു ആമിർ, നിങ്ങളിൽ ഉവൈസ് ഇബ്നു ആമിർ ഉണ്ടോ? എല്ലാ കൊല്ലം ചോദിക്കും. 10 കൊല്ലം ചോദിച്ചു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അവസാനം കണ്ടുമുട്ടിയത് അവസാനത്തെ ഹജ്ജിൽ. ഫഖാൽ, അങ്ങനെ ഉവൈസ് ഇബ്നു ആമിർ എന്നവരെ കണ്ടപ്പോൾ ചോദിച്ചു അൻത ഉവൈസ് ഇബ്നു ആമിർ, നിങ്ങൾ ഉവൈസ് ഇബ്നു ആമിർ ആണോ? ഖാല നഅം, അതെ. മിൻ മുറാദിൻ മിൻ ഖർനിൻ, നിങ്ങൾ ഖർന ഖബീലയിലെ മുറാദ് ഉപകബീലയിൽ നിന്ന് വരുന്ന മനുഷ്യനാണോ? ഖാല നഅം, അതെ. മെലിഞ്ഞൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ ആളുകളോട് ഉമർ തങ്ങൾ ചോദിക്കുന്നു, നിങ്ങളിൽ ഉവൈസ് ഇബ്നു ആമിർ ഉണ്ടോ? ഒരുപാട് ഉവൈസുമാരെ കൊണ്ടുവന്നു കൊടുത്തു. അവരൊന്നും ഉവൈസ്
ആമിറിന്റെ മകൻ ഉവൈസ് അല്ല, പോയിക്കോളൂ, ഉവൈസ് ഇബ്നു ആമിറിനെ എനിക്ക് കിട്ടണം. അങ്ങനെ നോക്കുമ്പോൾ അവരുടെ ആടുകളെ നോക്കുന്ന ആട്ടിടയനാണ് ഈ മഹാൻ. ആടുകളെ നോക്കുന്ന ആളാണ്. ഹജ്ജിന് വരുന്ന ഛാത്ര സംഘം ബാഗൊക്കെ എടുത്തു കൊടുക്കുന്ന ആളെന്നൊക്കെ പറയുന്ന പോലെ അവരുടെ ആടുമാട് ഒട്ടകങ്ങളെ നോക്കുന്ന ആളാണ് മൂപ്പരപ്പോ. അമീറുൽ മുഅ്മിനൊക്കെ ഇങ്ങനെ ചോദിക്കോ? അമീറും ഖലീഫ ചോദിക്കണമെങ്കിൽ ഒരു VIP ആവണ്ടേ? അങ്ങനെ അവർ വിചാരിച്ചത്. ആ ഉവൈസിനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അപ്പൊ മെലിഞ്ഞൊരു മനുഷ്യനാ, ക്ഷീണിച്ചിട്ടുണ്ട്, പൊടിപുരണ്ട്, ആകെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ്. ഉമർ തങ്ങൾ ആ മനുഷ്യനോട് ചോദിക്കാൻ, അൻത ഉവൈസ് ഇബ്നു ആമിർ, നിങ്ങൾ ഉവൈസ് ഇബ്നു ആമിർ ആണോ? ഖാല നഅം, അതെ. മിൻ മുറാദിൻ മിൻ ഖർനിൻ, ഖർന ഖബീലയിലെ മുറാദ് എന്ന ഉപകബീലയിൽ നിന്ന് വരുന്ന ഉവൈസ് ഇബ്നു ആമിർ അൽ മുറാദിയുൽ ഖർനി ആളാണോ നിങ്ങള്? ഖാല നഅം, അതെ 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 അതെ. കാന ബിക ബറസുൻ ഫബരിഅത മിൻഹു ഇല്ലാ മൗദിഅ ദിർഹമിൻ, നിങ്ങളുടെ ശരീരത്തിൽ വെള്ളപ്പാണ്ട് രോഗമുണ്ടായി, ആ രോഗം മുഴുവനും ശിഫയായല്ലോ. ഇല്ലാ മൗദിഅ ദിർഹമിൻ, ഒരു നാണയത്തിന്റെ അത്ര നിങ്ങളുടെ ശരീരത്തിൽ എവിടെയോ ഇനി മാറാൻ ബാക്കിയുണ്ടല്ലേ? അങ്ങനത്തെ ആളല്ലേ നിങ്ങള്? ആ അതെ 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 അതെ, എനിക്ക് വെള്ളപ്പാണ്ടുണ്ടായിരുന്നു, ഒക്കെ മാറി. ശരി, എന്റെ ഈ വയറിന്റെ ഭാഗത്ത് പൊക്കിളിനോട് ചേർന്ന് ഇത്ര ഒരു വട്ടം അവിടെ ബാക്കിയുണ്ട് വെള്ളപ്പാണ്ട്. അല്ലാഹു അത്തരം അസുഖം അഅ്സകുമുല്ലാഹ്, ഒന്നവർക്കൊക്കെ അല്ലാഹു ശിഫ നൽകട്ടെ, അല്ലാഹു ശിഫ നൽകട്ടെ. ഒരു ഡെർമറ്റോളജിക്ക് കാണിച്ചു കൊടുത്താൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അള്ളാഹുവിന്റെ ശിഫ തന്നെ വേണം. അള്ളാഹുവേ നീ ശിഫ കൊടുക്കണേ റബ്ബേ. ചെറിയൊരു വലിയൊരു കുട്ടികളും പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ ഉണ്ട്, വലിയ വിഷമമുള്ളൊരു അസുഖമാണ്, കാണുമ്പോൾ ഒരു പ്രയാസം തോന്നുന്ന അസുഖം. അള്ളാഹുവേ നീ ശിഫ കൊടുക്കണേ റബ്ബേ, അള്ളാഹു ശിഫ കൊടുക്കണേ പടച്ചവനെ. കാന ബിക ബറസുൻ ഫബരിഅത മിൻഹു ഇല്ലാ മൗദിഅ ദിർഹം ഖാല നഅം. അപ്പൊ നാട്ടുകാരൊക്കെ അത്ഭുതപ്പെടുക, ഈ ആട്ടിടേനെ എങ്ങനെ ഉമർ നിങ്ങൾക്ക് അറിയാൻ പറ്റി? സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണിത്. ലക വാലിദ, നിങ്ങൾക്കൊരു ഉമ്മയില്ലേ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ആ ഉമ്മയെ നിങ്ങൾ ഖിദ്മത്ത് ചെയ്ത് ജീവിക്കുകയായിരുന്നില്ലേ? അതെ 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 അതെ. ഈ മനുഷ്യൻ യമനിൽ ജീവിച്ചിരിക്കുമ്പോൾ ഹബീബായ നബി തങ്ങൾ മദീനയിലുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. യമനിലെ ഉമ്മയെ ഒറ്റക്കാക്കി മദീനയിൽ വന്ന് ഹബീബിന്റെ മജ്ലിസിലിരുന്ന് സ്വഹാബി ആവാനുള്ള അവസരമുണ്ടായില്ല. അതുകൊണ്ട് മിൻ സാദാത്തി താബിഈൻ, താബിഈങ്ങളിലെ നേതാവാണ്, അല്ലെങ്കിൽ സയ്യിദു താബിഈൻ. താബിഈങ്ങളുടെ സ്വഹാബിയാവാൻ കഴിഞ്ഞില്ല, അപ്പൊ തൊട്ടടുത്ത ജനറേഷനാണ് താബിഈങ്ങൾ. അവർ ഹബീബിനെ കണ്ടവരല്ല, ഹബീബിന്റെ മജ്ലിസിൽ ഇരുന്നവരല്ല. താബിഈങ്ങളുടെ നേതാവാണ് ഹബീബായ നബി തങ്ങളാണ് പറഞ്ഞു കൊടുത്തത്. തങ്ങളും ഈ മനുഷ്യനെ കണ്ടിട്ടില്ല. ഖാല ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് പറയുന്നത്, സമിഅതു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടിയിട്ടുണ്ട്. ഉവൈസ് ഇബ്നു ആമിർ എന്ന മനുഷ്യനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. യമനികൾ മൊത്തം ഇങ്ങനെ നോക്കുക, എന്താണ് ഇവിടെ പറയാൻ പോകുന്നത്? ഹജ്ജാണ്. ഹജ്ജിന്റെ തിരക്കാലോചിച്ച് നോക്കി, ഖലീഫയാണ് ഈ സംസാരിക്കുന്നത്, അമീറുൽ മുഅ്മിനീൻ ഉമർ തങ്ങൾ. സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, ഒരു ദിവസം യഅതി അലൈക ഉവൈസ് ഇബ്നു ആമിർ, ഉമറേ ഉവൈസ് ഇബ്നു ആമിർ നിങ്ങളുടെ അരികത്തേക്ക് ഒരു ദിവസം വരും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. യഅതി അലൈക ഉവൈസ് ഇബ്നു ആമിർ മഅ അംദാദി അഹ്ലിൽ യമൻ, യമനുകാരുടെ ഹജ്ജ് സംഘം വരുന്ന കൂട്ടത്തിൽ ഉവൈസ് ഇബ്നു ആമിറും ഉമറേ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. മിൻ മുറാദിൻ മിൻ ഖർനിൻ, ഖർന ഖബീലയിലെ മുറാദ് ഉപകബീലയിൽ നിന്ന്. കാന ബിഹി ബറസുൻ ഫബറഅ മിൻഹു ഇല്ലാ മൗദിഅ ദിർഹമിൻ, ശരീരത്തിൽ ആകമാനം വെള്ളപ്പാണ്ട് വന്ന് ആ സുഖം മുഴുവനും അല്ലാഹു ശിഫയാക്കി കൊടുത്തു. ഇല്ലാ മൗദിഅ ദിർഹമിൻ, ഒരു നാണയത്തിന്റെ അത്ര എവിടെയോ ബാക്കിയുണ്ട് ശരീരത്തിൽ. ലഹു വാലിദത്തുൻ ഹുവ ബിഹാ ബർറുൻ, തനിക്കൊരു ഉമ്മയാണുള്ളത്, യതീമായി വളർന്ന മോനാണ്. ആ ഉമ്മയെ പരിപാലിക്കലാണ് ജോലി, എപ്പോഴും ഉമ്മാക്ക് ഖിദ്മത്തിലാണ്, ഉമ്മയെ സന്തോഷിപ്പിക്കുന്ന ഒരു മോനെ. അങ്ങനത്തെ ഉവൈസ് ഇബ്നു ആമിറിനെ ഉമറേ നിങ്ങൾക്ക് കാണാൻ അവസരമുണ്ടായാൽ ശ്രദ്ധിക്കണേ, അത് സാധാരണക്കാരനല്ല. ലൗ അഖ്സമ അലല്ലാഹി ലഅബറാഹ്, വല്ലാഹി അല്ലാഹുവേ നിന്നെ സാക്ഷി നിർത്തി ഞാൻ പറയുകയാണ്, ഞങ്ങൾക്ക് മഴ വേണം, ഇപ്പൊ വേണം എന്ന് പറഞ്ഞാൽ മഴ പെയ്തിരിക്കും. പടച്ചവനെ ഞങ്ങൾക്ക് ഇന്നത് സംഭവിക്കണമെന്ന് ആ മഹാൻ അല്ലാഹുവിൽ ആണയിട്ട് പറഞ്ഞാൽ അതിന് ഉത്തരം കിട്ടിയിരിക്കും. അങ്ങനത്തെ നല്ല ഒരു മഹാനാണ്. അവരെ കാണുകയാണെങ്കിൽ ആ മഹാനെ കണ്ടുമുട്ടിയാൽ നിങ്ങൾ അവരോട് പറയണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എനിക്ക് അല്ലാഹുവിനോട് എനിക്ക് പൊറുക്കലിനെ ചോദിക്കണേ എന്ന് ഉമറേ ദുആ ചെയ്യിപ്പിക്കാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം എന്ന് ഹബീബായ നബി തങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ സ്വഹാബികളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉവൈസ് ഇബ്നു ആമിർ തങ്ങളെ ഫസ്തഗ്ഫിർലി, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. മഹാൻ ദുആ ചെയ്യും.
അല്ലാഹുമ്മ ഗ്ഫിർ ലി ഉമർ, അല്ലാഹുവേ ഉമർ എന്നവർക്ക് പുറത്തു കൊടുക്കണേ. ആർക്കാ ദ്വാരക്കണത്? ഉമർ റളിയല്ലാഹു അൻഹു സ്വഹാബികളിൽ സ്വർഗ്ഗം കിട്ടുമെന്ന് ദുനിയാവിൽ ഉറപ്പ് കിട്ടിയ സ്വഹാബിയാണ്. അശറത്തുൽ മുബശ്ശരീനിൽപ്പെട്ട ആളല്ലേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഹകദാ യദ്ഖുലു സലാസത്തുൽ ജന്ന. സിദ്ദീഖ് എന്നവരും ഉമർ എന്നവരും ഹബീബായ നബി തങ്ങളും തോളിൽ പിടിച്ചുകൊണ്ടാണ് സ്വർഗ്ഗത്തിലേക്ക് പോവുകയെന്ന് ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉമർ എന്നവരാ പറയുന്നത് ഉവൈസ് ഇബ്നു ആമിറേ. ഉമർ എന്നവർ സ്വഹാബിയാണ്, ഉവൈസ് എന്നവർ താബിഇയാണ്. സ്വഹാബിയുടെ മേലെ പിന്നെ അമ്പിയാക്കന്മാരെ വരും. താബിഈങ്ങളൊക്കെ സ്വഹാബത്തിന്റെ താഴെയാണ്. അയിമ്മത്തുൽ മുജ്തഹിദീൻ സ്വഹാബത്തിന്റെ താഴെയാണ്. ഹദീസ് പണ്ഡിതർ ഇമാം ബുഖാരി തങ്ങൾ, മുസ്ലിം തങ്ങൾ, ഇബ്നു മാജ, ഇമാം തുർമിദി ഇവരൊക്കെ സ്വഹാബികൾക്ക് താഴെയാണ്. താബിഈയായ ഒരു മഹാനോട് സ്വഹാബിയായ അതും അശറത്തുൽ മുബശ്ശരീങ്ങളിൽ മുബശ്ശറും ബിൽ ജന്നയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഫസ്തഗ്ഫിർ ലീ, എനിക്ക് വേണ്ടി അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണേ. ഒരു സ്വാലിഹായ മനുഷ്യനെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ പ്രാർത്ഥന ചോദിക്കാൻ മറക്കരുതേ. എല്ലാവരും നമ്മുടെ മുമ്പിൽ സ്വാലിഹീങ്ങളാണ്. അങ്ങനെയാണ് സ്വലാഹിന്റെ നമുക്കൊന്ന് ഉള്ളിലേക്ക് ഇറങ്ങി നഹ്നു നഹ്കുബു ബിൽ ളവാഹിർ വല്ലാഹു യതവല്ല സറായിർ. ഒരു മനുഷ്യന്റെ ഹൃദയം പൊളിച്ചു നോക്കാൻ നമ്മൾ ആരെ കൊണ്ടും കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ആരെയും തെറ്റിദ്ധരിക്കും ചെയ്യരുത്. എല്ലാവരും നല്ല മനുഷ്യരാണ്, എല്ലാവരും സ്വാലിഹീങ്ങളാണ്. കാണുന്നവരുടെയൊക്കെ ദ്വാരക്കാൻ പറഞ്ഞു. അതിലെ കൗലിയാക്കന്മാർ ആരാണെന്ന് നമുക്ക് പോലും അറിയില്ല. ദുആരപ്പിക്കണേ. ദുആരപ്പിച്ചു ഉമർ എന്നവർ ഫസ്തഗ്ഫറ ലഹ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഐന തുരീദ്, ഉവൈസ് ഇബ്നു ആമിറേ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഹജ്ജ് കഴിഞ്ഞിട്ട് യമനിലേക്ക് പോവാണോ? എവിടേക്കാ പോകുന്നത്? അപ്പോൾ പറഞ്ഞു ഇലൽ കൂഫ, ഞാൻ കൂഫയിലേക്ക് പോവാ, ഇറാഖിലേക്ക് പോവാണ്. അലാ അക്തുബു ലക ഇലാ ആമിലിഹാ, ഇറാഖിൽ കൂഫയിൽ എൻ്റെ ഗവർണറുണ്ട്, അയാൾക്ക് ഞാനൊരു എഴുതി കൊടുക്കട്ടെ? ഉവൈസ് ഇബ്നു ആമിർ വരുന്നുണ്ട്, റേഷൻ കൊടുക്കണം, ആൾക്ക് ആവശ്യമായതൊക്കെ കൊടുക്കണം എന്നൊരു കത്ത് ഞാൻ തരട്ടെ നിങ്ങളുടെ കയ്യിലേ? എന്നാ പിന്നെ ഒന്നും ആലോചിക്കണ്ട, ഖസാനയിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. എനിക്ക് വേണ്ട. അകൂനു ഫീ ഗബ്റാഇൻ നാസി അഹബ്ബു ഇലൈഹി, ഞാൻ ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ സാധാരണക്കാരായി ജീവിച്ചു പോയിക്കൊണ്ട് എനിക്കതാണ് ഇഷ്ടം. എന്നെ ആരും അറിയണ്ട, എനിക്ക് പ്രത്യേക പരിഗണന ഒന്നും വേണ്ട. അകൂനു ഫീ ഗബ്റാഇൻ നാസ്, ആരും അറിയാതെ ഞാൻ ഇങ്ങനെ ജീവിച്ചു മരിച്ചോളാം. അടുത്ത വർഷം ഹജ്ജ് കഴിഞ്ഞപ്പോ അവരിൽപ്പെട്ട യമനികളിൽപ്പെട്ട പ്രമാണിയായ ഒരു മനുഷ്യൻ ഹജ്ജ് ചെയ്തു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കണ്ടുമുട്ടി. ഉമർ തങ്ങൾ ചോദിച്ചു, ഉവൈസ് ഇബ്നു ആമിർ എവിടെ? പറഞ്ഞു, ഇക്കൊല്ലം വന്നിട്ടില്ല അമീറുൽ മുഅ്മിനീൻ, അദ്ദേഹം കൂഫയിൽ തന്നെയാണ്. തറക്തുഹു റസൽ ബൈതി ഖലീലൽ മതാ, ജീവിക്കാനൊന്നും വരുമാനമില്ലാതെ വകയില്ലാതെ ഒരു കൊച്ചു കൂരയിൽ അദ്ദേഹം ഇങ്ങനെ മുഷിഞ്ഞ വസ്ത്രമിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ വരുമ്പോൾ അയാളെ കണ്ടത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, സമിഅ്തു റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഒരു വലിയ മഹാനാണത്, താബിഈങ്ങളിൽപ്പെട്ട മഹാൻ ഉവൈസ് ഇബ്നു ആമിർ. പുണ്യനബി ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനത്തെ ഒരാൾ വരും, മിൻ മുറാദിൻ മിൻ ഖർനിൻ, അവരുടെ ഉമ്മയെ പറ്റി പറഞ്ഞെന്നു, ശരീരത്തിലെ വെള്ളപ്പാണ്ടിന്റെ അസുഖണ്ടായ കാര്യം പറഞ്ഞു നബി തങ്ങള്. ഇതൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, ഉമ്മക്ക് ഖിദ്മത്ത് ചെയ്തതിന്റെ പേരിൽ, ഉമ്മയെ ഖിദ്മത്ത് ചെയ്ത് സന്തോഷിപ്പിച്ചതിന്റെ പേരിൽ അല്ലാഹു ദുആക്ക് ഉത്തരമുള്ള മഹാനായി അല്ലാഹു ഉയർത്തിയ മഹാനാണത്. സ്വഹാബികളായ ഞങ്ങളോട് നബി ഞങ്ങൾ പറഞ്ഞു, ആ മഹാനെ കണ്ടാൽ ദുആരപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഹദീസ്. യമനിലെ പ്രമാണിയായ ഒരു മനുഷ്യൻ പിറ്റത്തെ കൊല്ലം വന്നപ്പോൾ അയാളോട് പറഞ്ഞു കൊടുത്തപ്പോൾ ഇദ്ദേഹം നേരെ ചെന്നു ഉവൈസുൽ ഖർനിന്റെ അടുത്തേക്ക്, കൂഫയിലേക്ക്. എന്നിട്ട് പറഞ്ഞു, ഉവൈസുൽ ഖർനി ഇസ്തഗ്ഫിർ ലീ, നിങ്ങൾ എനിക്ക് അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണേ. അപ്പോൾ ഉവൈസുൽ ഖർനി തങ്ങൾ പറഞ്ഞു, അൻത അഹദതു അഹദൻ ബിസഫരിൻ സ്വാലിഹ്, നിങ്ങളൊരു നല്ല യാത്ര കഴിഞ്ഞു വന്ന ആളല്ലേ, നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞു വന്നതല്ലേ, നിങ്ങളാണ് ഫസ്തഗ്ഫിർ ലീ, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ഇറക്കിൻ, നിങ്ങളാണ് ഇപ്പോൾ ദുആ ഇറക്കേണ്ടത്. അൻത അഹദതു അഹദൻ ബിസഫരിൻ സ്വാലിഹ്, നല്ലൊരു യാത്ര കഴിഞ്ഞു വന്നതല്ലേ. അപ്പോൾ ഉവൈസുൽ ഖർനി ചോദിച്ചു, ലഖീത ഉമർ, ഉമർ എന്നവരെ കണ്ടോ മദീനയിൽ? ഉമർ എന്നവരെ കണ്ടോ? ഖാല നഅം, അതെ ഞാൻ കണ്ടു. അപ്പോൾ ഫസ്തഗ്ഫറ ലഹു, അപ്പോൾ കൂഫയിൽ നിന്ന് ആയിരുന്നു, അല്ലാഹുവേ ഉമർ ഇബ്നുൽ ഖത്താബിനെ പുറത്തു കൊടുക്കണമേ. ഇതങ്ങ് ആയപ്പോഴേ, യമനിലെ പ്രമാണിയായ ആള് വന്നപ്പോഴേ ജനങ്ങളൊക്കെ ഇയാൾ അറിഞ്ഞു. പിന്നെ കൂഫയിൽ നിന്ന് നാട് വിട്ടതാ, പിന്നെ എവിടെയാണെന്നറിയില്ല. ഇവിടെ ഒമാനിലെ സലാലയിൽ അയ്യൂബ് നബിന്റെ മഖാമിലേക്ക് പോകുന്ന വഴിയിൽ ഇടത് ഭാഗത്ത് ആ ഒരു ചെറിയ കുന്നിന്റെ ചെരുവിൽ കെട്ടുണ്ട്. ഇന്ന് കെ വി ഉസ്താദ് അഹമ്മദ് കുട്ടനാട് ഉസ്താദ് അവറുകൾ വന്ന സമയത്ത് പറഞ്ഞു പോലും, അവിടുത്തെ ആളുകൾ പറഞ്ഞതാണ്, ഇത് ഉവൈസുൽ ഖർനി തങ്ങളുടെ മഖാമാണ് എന്ന് പറഞ്ഞു. ചെറുശ്ശേരി ഉസ്താദ് ഒന്ന് പറഞ്ഞു സലാലയിൽ വന്നപ്പോൾ എന്ന് പറഞ്ഞിരുന്നു. അള്ളാഹു അലം, മഹാനവറുകൾ എവിടെയാണെന്ന് കൃത്യമായും ചരിത്രരേഖയിൽ കാണില്ല. പിന്നെ അള്ളാഹുവിൻ്റെ സജ്ജനങ്ങളായ ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഇൽഹാമുകൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മഹാനവറുകളുടെ മഖാം അവിടെ നമുക്ക്
ജബൽ അയ്യൂബ് അലൈഹിസ്സലാം. ആ റോഡിന്റെ പേരെന്നതാണ്? ജബൽ അയ്യൂബ്. ഇടത് ഭാഗത്ത് കാണാൻ പറ്റും. അല്ലാഹു സ്വാലിഹീങ്ങളുടെ കൂടെ അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് ചേർത്ത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫീ ഹാദൽ ഹദീസ് വസിയ്യത്തു ഉമർ വഗൈരിഹി. ഉമർ എന്നവരും അല്ലാത്തവരും ഈ ഹദീസിൽ വസിയ്യത്ത് ചെയ്യുന്നുണ്ട് ഉവൈസുൽ ഖർണിയോട് ദുആ അർപ്പിക്കാൻ. എന്തിന്? ലികൗനിഹി സ്വാലിഹൻ ഖൈറൻ ബാറൻ ബി ഉമ്മിഹി. ഉമ്മാക്ക് സേവനം ചെയ്ത സ്വാലിഹായ നല്ല മനുഷ്യനാണ് അദ്ദേഹം. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണിത്. സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ എന്നവർ പറയുന്നുണ്ട്, ഇന്ന ഖൈറത്ത താബിഈൻ റജുലുൻ യുഖാലു ലഹു ഉവൈസ്. താബിഈങ്ങളിൽ ഖൈറായ ആൾ ഉവൈസ് എന്ന് പറയുന്ന ആളാണ്. വലഹു വാലിദത്തുൻ, അവർക്കൊരു ഉമ്മയുണ്ട്. കാന ബിഹി ബയാദുൻ ഫബരിഅ, ശരീരത്തിൽ വെള്ളപ്പാണ്ടുണ്ടായി സുഖമായ ആളാണ്. ബയാദ്, അതുകൊണ്ട് ഒരു മനുഷ്യനെ അബിയൽ എന്ന് വിളിക്കില്ല. വെളുത്ത ആളാണെങ്കിലും റജുലുൻ അബിയൽ എന്ന് പറയില്ല. റജുലുൻ അഹ്മർ എന്ന് പറയും. ചുവന്ന് എന്ന് പറഞ്ഞാൽ വെളുപ്പ് ഉള്ളത് എന്നാണ്. അതുകൊണ്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ നബി തങ്ങൾ സ്നേഹത്തോടെ വിളിച്ചപ്പോൾ യാ ഹുമൈറാ എന്ന് വിളിച്ചത്. അഹ്മർ ഹുമൈറ ആണത്, ചെമന്നവളെ എന്നാണ് അതിനർത്ഥം. കാരണം യാ ബൈളാ, അബിയൽ എന്ന് പറഞ്ഞാൽ വെള്ളപ്പാണ്ട് വരുന്നവർക്ക് അങ്ങനെ പറയും. വെളുത്ത ആള് എന്ന് പറയുമ്പോൾ വെള്ളപ്പാണ്ടുള്ള ആള് എന്ന് തോന്നിപ്പോകും. അതുകൊണ്ടാണ് അബിയൽ ബൈളാ എന്ന് ശരീരം വെളുത്തവർക്ക് പറയാത്തത്. ഷഖ്റ എന്നൊക്കെ പറയും പുതിയ അറബിയിൽ. റജുലുൻ അഷ്ഖർ എന്ന് പറഞ്ഞാൽ നല്ല വെളുത്ത സുന്ദരനായ ആള്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള കളറാണെങ്കിൽ റജുലു അസ്മർ എന്നാ പറയാം. കറുപ്പും വെളുപ്പൊക്കെ മിക്സായി പോയതാണെങ്കിൽ റജുലു അസ്മർ. അബിയൽ എന്ന് പറയും. കാന ബിഹി ബയാദുൻ ഫബരിഅ, നബി തങ്ങൾ പറഞ്ഞു അവർക്ക് ശരീരത്തിൽ വെള്ള നിറമുണ്ടായിരുന്നു, അത് സുഖമായി എന്ന് പറഞ്ഞാൽ വെള്ളപ്പാണ്ട്. ഫല്യസ്തഗ്ഫിർ ലക്, നിങ്ങളോട് ദുആ അർപ്പിക്കണേ, നിങ്ങൾ ദുആ അർക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വാലിഹീങ്ങളെ കാണുമ്പോൾ ദുആ അർപ്പിക്കണം എന്ന് ഊന്നി പറയാനാണ് ഇത്രയും ആ ഒരു ഹദീസ് നമ്മളിവിടെ ഉദ്ധരിച്ചത്. ഹസനുൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു മുഅദ്ദിനുമാരെ സംബന്ധിച്ച് പറഞ്ഞു. മുഅദ്ദിനുമാർ, പള്ളിയിൽ വാങ്ക് വിളിക്കുന്നവർ, അവർ വലിയ സ്ഥാനമുള്ളവരാണ്. നമ്മൾ അവർക്ക് വല്ലാത്ത സ്ഥാനം വകവെച്ചു കൊടുക്കണം. അത് ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാ. മഹാനായ ഇബ്നു സയ്യിദ് അന്നാസ് തിർമിദിക്ക് ശറഹ് എഴുതിയിട്ടുണ്ട്. അതിലെ നബി തങ്ങളുടെ ഹദീസുണ്ട്. ഹസനുൽ ബസ്രി തങ്ങളുടെ ഒരു അസറുണ്ട്. അഹ്ലുസ് സ്വലാഹി വൽ ഹിസ്ബത്തു മിനൽ മുഅ്മിനീൻ അവ്വലു മൻ യുഖ്സാ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ആദ്യമായി ആദരവിന്റെ വസ്ത്രമണിയിക്കപ്പെടുന്നത് അള്ളാഹ്ക്ക് വേണ്ടി വാങ്ക് വിളിച്ച മുഅദ്ദിനുകളെയാണ്. അവർ ജോലി ചെയ്ത് ശമ്പളം വാങ്ങിക്കുന്നുണ്ടാവും, പക്ഷേ ശമ്പളം വാങ്ങിക്കാനല്ല വാങ്ക് കൊടുക്കുന്നത്. വാങ്ക് കൊടുക്കുന്നത്, വാങ്ക് വിളിക്കുന്നത് ദീനിന്റെ ഒരു ഷആറിനെ ഉയർത്തിപ്പിടിക്കുകയാണ് എന്ന നിയ്യത്തോടുകൂടെ വാങ്ക് വിളിച്ച മുഅദ്ദിനുമാർക്കൊക്കെ ആദരവിന്റെ വസ്ത്രം ആദ്യമായി അണിയിക്കപ്പെടുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നൊരു കാര്യം, മരിച്ചു കഴിഞ്ഞാൽ വസ്ത്രമില്ലാതെയാണ് മനുഷ്യന്മാരെ ഹിസാബിലേക്ക് കൊണ്ടുവരുന്നത്. യുഹ്ശറുന്നാസു ഹുഫാതൻ ഉറാതൻ ഗുർല, അങ്ങനെയാണ് പറഞ്ഞത്. ചെരുപ്പുണ്ടാവില്ല, ചേലാക്രമം ചെയ്യപ്പെടാതെ വസ്ത്രമില്ലാതെയാണ് ആളുകൾ വരിക എന്ന ഹദീസുണ്ട്. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ നബി തങ്ങൾ പറഞ്ഞ ഹദീസുണ്ട്, സ്വാലിഹീങ്ങളായ ആളുകൾക്ക് വസ്ത്രം ഉണ്ടായിരിക്കും. അഹ്ലുസ് സുഹദ്, അള്ളാഹുവിന് വേണ്ടി ദുനിയാവിനെ വില കൊടുക്കാതെ ജീവിച്ചവർ, സുഹദിന്റെ ആളുകൾ, അത്തരക്കാരായ ആളുകൾക്ക് വസ്ത്രമുണ്ടായിരിക്കും. അവർക്ക് ആദ്യ വസ്ത്രം ഉണ്ടാവും, ആദ്യമേ വസ്ത്രമുണ്ടാവും. പിന്നെ അവർക്ക് നൽകപ്പെടുന്ന വസ്ത്രം ആദരവിന്റെ വസ്ത്രങ്ങളാണ്. അങ്ങനെ ആദ്യമായി ആദരവിന്റെ വസ്ത്രം നൽകപ്പെടുന്നത് നബിയുല്ലാഹി ഖലീലുഹു ഇബ്രാഹിം അലൈഹിസ്സലാമിനാണെന്ന് ഹദീസുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ പറയുന്നു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഉള്ള ഹദീസാണിത്. അയ്യുഹന്നാസ് ഇന്നകും തുഹ്ശറൂന ഇലല്ലാഹി ഹുഫാതൻ മുശാതൻ ഉറാതൻ ഗുർലാ, നിങ്ങൾ നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുന്നത് നടന്നുകൊണ്ടാണ്. വസ്ത്രമില്ലാതെയാണ്, ചെരുപ്പില്ലാതെയാണ്, ചേലാകർമ്മം ചെയ്യപ്പെടാതെയാണ്. സുമ്മ ഖറഅ, എന്നിട്ട് ഹബീബായ നബി തങ്ങൾ ഓതുകയുണ്ടായി സൂറത്തുൽ അംബിയായിലെ ആയത്ത്, കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദു വഅദൻ അലൈനാ ഇന്നാ കുന്നാ ഫാഇലീൻ يوم نطوي السماء كطي السجل للكتب كما بدأنا أول خلق نعيده وأول من يكسى من الخلائق. അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ നിന്ന് ആദ്യമായി വസ്ത്രം നൽകപ്പെടുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാം, ഇബ്രാഹിം നബിക്കാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് ബുഖാരിയിലെ ഹദീസാണ്. അവ്വലു മൻ യുക്സാ യൗമൽ ഖിയാമ, അലി തങ്ങൾ പറയുന്നുണ്ട് ഇബ്രാഹിം നബിയാണ് ബഹുമാനപ്പെട്ടവർക്ക് ഖിബ്ചിയ്യതൈൻ, ഈജിപ്തിൽ ഉണ്ടാക്കിയ ഖിബ്ചിയായ 2 വസ്ത്രമാണ് അണിയിക്കപ്പെടുന്നത്. സുമ്മ യുക്സൻ നബിയു ഹബറതൻ വഹുവ അലാ യമീനിൽ അർശ്,
അർശിന്റെ വലതുഭാഗത്ത് നിൽക്കവേ ഹബീബായ നബി തങ്ങൾക്ക് മൃദുല മനോഹരമായ വസ്ത്രം അല്ലാഹു നൽകും. ഹബീബായ നബി തങ്ങൾക്ക് നൽകുന്നത് വാപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അണിയിച്ചതിന് ശേഷമാണ്. അവരൊക്കെ ആദ്യമേ വസ്ത്രമുള്ളവരാണ്, പിന്നെ നൽകപ്പെടുന്നത് ആദരവിന്റെ വസ്ത്രമാണ് എന്നാണ് ഇതിനർത്ഥം. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അമ്പിയാക്കന്മാരും ശുഹദാക്കളും വസ്ത്രം അണിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വസ്ത്രം നൽകപ്പെടുന്നത് ബിലാൽ തങ്ങൾക്കാണ്. മുഅ്മിനീങ്ങളുടെ സ്വാലിഹീങ്ങൾക്കുമാണ്. ഹസൻ ബസ്രി തങ്ങൾ പറയാറുണ്ട് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട്, അല്ലാഹുവിന് വേണ്ടി സുഹദ് ചെയ്ത സജ്ജനങ്ങൾ ഒഴികെ ബാക്കിയുള്ള മുഴുവൻ ആളുകളും വസ്ത്രമില്ലാതെയാണ് വരിക. അതിനർത്ഥം ദുന്യാവിൽ പൈസക്ക് വേണ്ടി അടിപിടി കൂടരുത്, കാശിന് വേണ്ടി തെറ്റരുത്, തറവാട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കരുത്, കിട്ടിയത് പോരാന്ന് പറഞ്ഞ് കുശുമ്പ് കാണിക്കരുത്, ദുന്യാവിന് വേണ്ടിയിട്ട് പരസ്പരം പിണങ്ങരുത്, ദുന്യാവ് ഉദ്ദേശിച്ചുകൊണ്ട് കൽബിൽ വെച്ചുകൊണ്ട് നടക്കുകയും വരുത്. അങ്ങനെയാണെങ്കിൽ നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു പുനർജന്മം നൽകുമ്പോഴേ ദേഹത്ത് വസ്ത്രം ഉണ്ടാവുന്ന, പിന്നെ വസ്ത്രമില്ലാതെ പോരുന്നവർ ഈ പൈസക്ക് അടിപിടി കൂടി നടന്നവർ മനുഷ്യന്മാരായിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. കഅബം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ സാലിം റഹിമഹുള്ളയോട് ഒരാൾ വന്ന് ചോദിച്ചു, ഹൽ യഉമ്മുൽ അറാബിയുൽ മുഹാജിർ, മുഹാജിറായ ഒരു സുഹാബിക്ക്, നാട്ടിൻപുറത്തുകാരനായ അറാബിക്ക് ഇമാം നിൽക്കാൻ പറ്റുമോ? ഹൽ യഉമ്മുൽ അറാബിയു അൽ മുഹാജിർ. നമുക്കൊന്ന് സ്വലാത്ത് ചൊല്ലിയിരുന്നാലോ? ഒന്ന് എഴുന്നേറ്റ് കയ്യൊക്കെ ഒന്ന് പൊക്കി കാലൊക്കെ ഒന്ന് കുടഞ്ഞ് ഒന്ന് സീറ്റൊക്കെ വേണമെങ്കിൽ ഒന്ന് അപ്പുറപ്പുറത്ത് മാറിയിരുന്നു കൊടുത്താൽ ഒരു ഉഷാറാവും. നിങ്ങൾ ഇരുന്ന സീറ്റിൽ നിന്ന് വലത്തോട്ടോ ഇടത്തോട്ടോ മാറുക, അന്ന് ചെയ്തു നോക്കി. ചെറിയൊരു മാറ്റം, ഒരു ഉന്മേഷം വരാൻ നല്ലതാണ്. മാറിയോ? നിസ്കരിക്കുമ്പോഴേ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് മാറിക്കൽ സുന്നത്തുണ്ട്. ഭൂമി നമുക്ക് വേണ്ടി ഷഹാദത്ത് സാക്ഷി പറയുന്ന നിസ്കരിച്ച സ്ഥലങ്ങൾ എന്ന് പറഞ്ഞ പോലെ ഇൽമിന് വേണ്ടി ഇരുന്ന സ്ഥലങ്ങൾ ഇങ്ങനെ സാക്ഷി പറയുമ്പോൾ കുറച്ച് അങ്ങോട്ടൊക്കെ മാറിയിരുന്നോളി. ഇൻഷാ അല്ലാഹ് 3 സ്വലാത്ത് ചൊല്ലണേ. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خيرا. മഹാനായ സാലിം റഹിമഹുള്ളയോട് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, ഹൽ യഉമ്മുൽ അറാബിയുൽ മുഹാജിർ അൽ മുഹാജിർ. കഅബൻ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ഇബാദത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നേരത്ത് മഹാനവറുകളെ കാണാൻ വേണ്ടി വന്നതാണ്. തവാഫ് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ വന്ന് ചോദിച്ചു, മുഹാജിറായ ഒരു സഹാബിക്കൊക്കെ ഈ വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത അറാബികളെ ഇമാം വെക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. മാ യദുറുഹു ഇൻ കാന റജുലൻ സ്വാലിഹാ, മാ യദുറുഹു ഇൻ കാന റജുലൻ സ്വാലിഹാ. എന്ത് കുഴപ്പം, എന്ത് ബുദ്ധിമുട്ട് ആ മനുഷ്യനൊരു സ്വാലിഹായ ആളാണെങ്കിൽ, അറാബി ഒരു സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ ഇമാമ് നിൽക്കുന്നതിന് എന്ത് പ്രയാസമാണുള്ളത്? ആർക്ക്? മഅ്മൂമാരാ, മുഹാജിരീങ്ങളെയും അൻസ്വാരികളെയും അല്ലാഹു എത്ര ഉയർത്തി വെച്ചതാണ്, എത്ര മഹാന്മാരാണ്. അവർക്ക് ഇമാമ് നിൽക്കാൻ ഒരു അറാബിക്ക് പറ്റുന്നതാണ്. എപ്പോ? ഇൻ കാന റജുലൻ സ്വാലിഹൻ, സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ. അതുകൊണ്ടാണ് ഫീഹി അന്ന സ്വലാഹൽ ഇമാമി മുഅ്തദ്ദുൻ ബിഹി. ഫുഖാക്കൾ പറയും, ഇമാമ് നിൽക്കുക എന്ന് പറയുമ്പോൾ സർട്ടിഫിക്കറ്റ് ഉള്ള ആളെ മാത്രം പിടിച്ച് നിർത്തണ്ട. ഹാഫിളാണ്, ഹാഫിളായിട്ട് സ്വാലിഹായി ജീവിക്കുന്ന ഒരാളാവണം, അത് നിർബന്ധമാണ്. ഹാഫിളാണ്, തലക്കെട്ട് മടിയിൽ ഉരിച്ചിട്ട് സിനിമക്ക് പോണ ആളാണ്, അങ്ങനെ ചില പ്രായത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും, സാറില്ല. ആ സമയത്തിൻ്റെ ഇമാമത്തിൻ്റെ ജോലി അപ്പം കൊടുക്കണ്ട, പക്ഷെ നന്നായി വന്നിട്ട് കൊടുത്താൽ മതി എന്നതിനർത്ഥം. സ്വാലിഹായ ഒരാളെ ഇമാം നിർത്താൻ പറ്റുള്ളൂ. അന്ന സ്വലാഹ മുഅ്തദ്ദുൻ ഫിൽ ഇമാം, അന്ന സ്വലാഹൽ ഇമാമി മുഅ്തദ്ദുൻ ബിഹി. അതൊരു വിഷയമാണ് സ്വാലിഹീങ്ങൾ. കാരണം ഇമാമ് ശഫാഅത്ത് ചെയ്യുന്നതാണ് മഅ്മൂമീങ്ങൾക്ക് വേണ്ടി. അല്ലാഹുവിൻ്റെ മുമ്പിൽ ഇമാമീങ്ങൾ മഅ്മൂമീങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യേണ്ടവരാണ്. ആ ഒരു ക്വാളിഫിക്കേഷനുള്ള ആളാണ് ഇമാമായി നിൽക്കേണ്ടത്.
അള്ളാഹു നമ്മുടെ അയിമ്മത്തുകളൊക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ. ഇത് നിസ്കാരത്തിന് ഇമാമൂര് പറഞ്ഞതാ. ഇമാം എന്ന് പറയുമ്പോൾ ഭരണാധികാരി എന്ന അർത്ഥത്തിൽ ഇമാമുണ്ട്, അതല്ല ഇവിടെ പറയുന്നത്. കാരണം അദ്ദേഹം ഈ ഇമാമ് നിൽക്കുന്നവർ ശഫാഅത്ത് ചെയ്യുന്നവരാണെന്നാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അതുകൊണ്ട് ദുആ ഇറക്കുമായിരുന്നു, അല്ലാഹുമ്മ അസ്ലിഹ് മൻ കാന സ്വലാഹുഹു സ്വലാഹൻ ലി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു വലിയ അത്ഭുതകരമായ ദുആയാണ്, ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറെ പ്രസക്തമായ ദുആയാണ്. اللهم أصلح من كان صلاحه صلاحا لأمة محمد صلى الله عليه وسلم. അല്ലാഹുവേ, ഹബീബായ നബി തങ്ങളുടെ ഉമ്മത്തിന് നന്മയുണ്ടാവാൻ കാരണമാകുന്ന ആരൊക്കെയുണ്ടോ അവരെയൊക്കെ നീ സ്വാലിഹീങ്ങളാക്കി മാറ്റണമേ. അല്ലാഹുമ്മ അഹ്ലിക് മൻ കാന ഹലാകുഹു സ്വലാഹൻ ലി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ചില ആളുകളെ മരിപ്പിക്കണം. എന്തിന്? അവർ മരിച്ചാൽ ഈ ഉമ്മത്തിലെ പ്രശ്നം തീരും. അങ്ങനെയാണെങ്കിൽ അവർ മരിപ്പിക്കണേ. اللهم أهلك من كان هلاكه صلاحا لأمة محمد صلى الله عليه وسلم. ഈ ഉമ്മത്തിനാണ് ദ്വാരക്കുന്നത്. ഉമ്മത്തിന്റെ വിഷയം വലിയ വിഷയമാണ്. ഒരു മനുഷ്യന്റെ വ്യക്തിയുടെ ഒരു താല്പര്യം, പക്ഷെ അതിന്റെ പിന്നിൽ ഉമ്മത്തിൽ ഫസാദ് ഉണ്ടാവുക, ഉമ്മത്ത് പരസ്പരം ഭിന്നിക്കുക, അങ്ങനൊന്നും വരാൻ പാടുള്ളതല്ല. അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമാണ്, വലിയൊരു ഇബ്തിലായിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അള്ളാഹു നമ്മൾ കൈഫ നതസറഫ്, നമ്മൾ എങ്ങനെയാണ് അതിലൊക്കെ ഇടപെടുന്നത് എന്ന് അള്ളാഹു നോക്കുകയാണ്. അള്ളാഹു നമ്മൾ എങ്ങനെ ഇടപെടുന്നു എന്ന് നോക്കുകയാണ്. ബൈഉൽ അസ്ലിഹത്തി മുഹറമുൻ ഇൻദൽ ഹർബ്. ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് ആയുധ വിൽപ്പന ഹറാമാണെന്നാണ് മസല. യുദ്ധം നടക്കുമ്പോൾ, നാട്ടിൽ കലാപം നടക്കുമ്പോൾ ആയുധ കച്ചവടം ഹറാമാണ്. ആയുധം കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ ഒരു ഫിത്നയും ഫസാദും ഉണ്ടാവുമ്പോൾ ഈ ഫേസ്ബുക്കിലും ഇവിടെയും കയറി ഓരോന്ന് എഴുതി വിടണ്ട, മിണ്ടാണ്ടിരുന്നാൽ മതി. അതൊരു ആയുധമാണ്, ഇന്നത്തെ ആയുധമാണത്. നിങ്ങളൊന്ന് മിണ്ടാണ്ട് നിങ്ങളെ കൈവിരലും വായൊന്ന് പൂട്ടിവെച്ചാൽ ഈ ഉമ്മത്തിലെ പ്രശ്നം തീരും. മിണ്ടാണ്ടിരുന്നാൽ മതി. നിങ്ങൾ എന്തിനാ എഴുതുന്നത്? ആ എഴുത്തുകൊണ്ട് ഉമ്മത്തിൻ്റെ ഒരു സ്വലാഹ് ഉണ്ടെങ്കിൽ ഓക്കെ, ഇല്ലേ മിണ്ടാതിരുന്നോളി, അത് നല്ലത്. പല ഫിത്നകളും അടങ്ങണമെങ്കിലും ഒന്ന് മിണ്ടാതിരുന്നാൽ മതി. ഒരാഴ്ച നേരം മിണ്ടാതിരുന്നാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ മാക്സിമം. അപ്പോഴേക്ക് എന്തെങ്കിലും ആരെങ്കിലും പറയും, ആരെങ്കിലും എഴുതി വിടും. അപ്പോൾ ദ്വാരക്കും, അല്ലാഹുവേ, ചില ആളുകളുടെ മരണം കൊണ്ട് ഉമ്മത്തിന് ഖൈറുണ്ടെങ്കിൽ നീ അവരെ മരിപ്പിക്കണമേ. അല്ലാഹുമ്മ അഹ്ലിക് മൻ കാന ഹലാകുഹു സ്വലാഹൻ ലി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ അസ്ലിഹ് മൻ കാന സ്വലാഹുഹു സ്വലാഹൻ ലി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിന് നന്മ കിട്ടാൻ കാരണമാകുന്ന ആരൊക്കെയുണ്ടോ അവരൊക്കെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണമേ. ഈ ഉമ്മത്തിന് നന്മ കിട്ടാൻ ആരുടെയൊക്കെ മരണം കാരണമാണോ അവരെ നീ മരിപ്പിച്ചേക്കണമേ. ആര് ദുആയിരുന്നു? സയ്യിദുസ് സാഹിദീൻ, താബിഈങ്ങളുടെ കാലഘട്ടത്തിന്റെ മുജദ്ദിദ് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഒരു ദിവസം കൊണ്ട് അല്ലാഹു സ്വലാഹ് നൽകിയ മഹാനാണ്. ഖിലാഫത്ത് ഏറ്റെടുത്ത അന്നു മുതൽ അല്ലാഹു മഹാനെ തർബിയത്ത് ചെയ്ത് മാറ്റിയെടുത്തു. ഒരു ദിവസം കൊണ്ട് സ്വലാഹ് കിട്ടിയ മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ. നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ചത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളെ ഒരു ദിവസം കൊണ്ടാണ് അല്ലാഹു മാറ്റിയത് റഹ്മത്തുള്ളാഹി തആല അലൈഹി. സയകൂനു അലൈക്കും ഉമറാഉ യുഫ്സിദൂൻ വമാ യുസ്ലിഹുല്ലാഹു ബിഹിം അക്തർ. ഈ ഉമ്മത്തിന് അല്ലാഹു ചില പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട്. ഇത് ഹബീബിന്റെ ഉമ്മത്താണ് സ്വല്ലല്ലാഹു. ഇത് ഹബീബിന്റെ ഉമ്മത്താണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഹബീബിന്റെ ഉമ്മത്താണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സയകൂനു അലൈക്കും ഉമറാഉ യഫ്സുദൂൻ. മോശപ്പെട്ട ഉമറാക്കൾ നിങ്ങൾക്ക് വരാനിടയുണ്ട്. എന്നാലും വമാ യുസ്ലിഹുല്ലാഹു ബിഹിം അക്തർ. അവർ കാരണം അല്ലാഹു ഇവിടെ ഒരുപാട് നന്മ നിർവഹിച്ചിട്ടുണ്ടാകും. ചില ഉമറാക്കന്മാരിൽ കുഴപ്പമുണ്ടാകും, പക്ഷേ അവരുടെ പിന്നിലൂടെ അല്ലാഹു ഉമ്മത്തിന് ഖൈർ ചെയ്യുന്നുണ്ട്. വമാ യുസ്ലിഹുല്ലാഹു ബിഹിം അക്തർ. ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിച്ച ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു ഈ ഉമ്മത്തിൽ